ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൂർത്തീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഗത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കഴിഞ്ഞ് നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും നിന്നെ വണങ്ങി നമിക്കുന്നു.
അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രമിക്കുകയും നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 18, 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശനികരെയും ശ്രമിച്ചിരിക്കുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവന്റെ വാക്കാണ് നീ ശ്രമിക്കേണ്ടത്. ഹോറോബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ, ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഈ വേദികയിൽ. വിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. പകലുകളോടവിരതമവിടുത്തി പൊങ്ങലുഴ ചെയ്യുന്നു. സുതനം റോഹായിക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ. ജൈവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ കഴിയാത്ത വിധം നീതിരഹിതനല്ലല്ലോ ദൈവം. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരുത്സാഹാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദാനം. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യാൻ ആരുമില്ലാത്തതിനാൽ തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞു, നിശ്ചയമായും ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. ധാരധാരയായി ഒഴുകും ധന്യമാം നിമിഷം ഹൃദയം ദീപ്തമാക്കിടാം തിരുവചനം ഉൾക്കൊണ്ടിടാം. ആകാശമണ്ഡലം മാറിയാലും മാറുകില്ല ഈ വചനം. സൗഖ്യമേകും ശാന്തിയും ജീവദായക വചനം. സൗഖ്യമേകും ശാന്തിയും ജീവദായക വചനം. സത്യവചനം നിത്യവചനം ദൈവം നൽകും വചനം. സത്യവചനം നിത്യവചനം സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 41 മുതൽ 52 വരെ. ബാലനായ യേശു ദേവാലയത്തിൽ. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവർ 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവർ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാകിയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും
മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ദേവാലയത്തിലെ മധ്യസ്ഥയായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെയും സഭയിലെ ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിവസത്തിൽ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരുപാട് നാളായി ബുറാടി പള്ളിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ബെന്നിയച്ഛൻ്റെ കാലത്താണ് അത് സാധിച്ചത്. ബുറാടി ഇടവകയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായൊരു ഇടവക, വലിയൊരു കൂട്ടായ്മയുടെ പ്രതീകം. അത് ഇന്നത്തെ തിരുനാൾ ആഘോഷങ്ങളും ഒക്കെ കണ്ടാൽ മനസ്സിലാകും. അതിൻ്റെ വലിയൊരു ഭാഗമാണ് മനോഹരമായൊരു ദേവാലയം. അതുകൊണ്ട് ഈ തിരുനാളിൻ്റെ ഭാഗമാകാൻ ബെന്നിയച്ഛൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും സ്നേഹവും തോന്നി. പ്രത്യേകമായി ബെന്നിയച്ഛനോടും നിങ്ങൾ ഓരോരുത്തരോടും ഈ ക്ഷണത്തിന് നന്ദി പറയുന്നു. പ്രിസൺ മിനിസ്ട്രി ഇന്ത്യ എന്ന ഓർഗനൈസേഷനിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുക. കത്തോലിക്ക സഭയുടെ ഒത്തിരിയേറെ ഓർഗനൈസേഷൻസ് ഉള്ളതിൽ ഒരു പ്രത്യേകമായ ഒരു സംഘടനയാണ് പ്രിസൺ മിനിസ്ട്രി ഇന്ത്യ. ഏകദേശം 6000-ഓളം വോളണ്ടിയർമാർ 1384 ജയിലുകളിലായി സേവനം ചെയ്യുന്നു. ബുറാടി ഇടവകക്കാരോട് പ്രിസൺ മിനിസ്ട്രിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, പറയുന്നുമില്ല. കാരണം ഈ ഇടവകയിൽ നിന്ന് സിസ്റ്റർ ഗ്രേസും സിസ്റ്റർ നിതയും ഒക്കെ ഈ ഓർഗനൈസേഷന്റെ ഭാഗമായി വർഷങ്ങളായി ജോലി ചെയ്യുന്നവരാണ്. ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഹോളി ഫാമിലി കോൺഗ്രിഗേഷനും ഈ ഇടവക മുഴുവനും പ്രിസൺ മിനിസ്ട്രിയോട് കാണിക്കുന്ന സ്നേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ വർഷവും ക്രിസ്മസ് നാളിൽ ഈ ഇടവകയിൽ നിന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിസൺ മിനിസ്ട്രിയെ വളരെയേറെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഈ ഇടവക. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വരണമെന്ന് മനസ്സിൽ ആഗ്രഹം തോന്നിയത്. ഈ സംഘടനയെ കൂടുതൽ അടുത്തറിഞ്ഞത് കൊണ്ടാണ് ഈ സംഘടനയിൽ ഫുൾ ടൈം ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഡൽഹിയിലേക്ക് വരിക. നാട്ടിലെ എറണാകുളം അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടവകകളിൽ സേവനം ചെയ്യുകയായിരുന്നു. നാട്ടിലൊക്കെ ആളുകൾക്കൊന്നും അത്ര സുപരിചിതമല്ല ഈ ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡൽഹിയിലുള്ള നമ്മൾക്ക് അത്രയും സുപരിചിതമാകുന്ന രീതിയിൽ അത്ര സുപരിചിതമല്ല നാട്ടിലുള്ള ചില ഇടവകകളിലെങ്കിലും. ഞാൻ ഇരുന്നിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിൽ ഫുൾ ടൈം ആകാൻ ജോലി ചെയ്യാനായി പിതാവിനോട് ആഗ്രഹം പറഞ്ഞപ്പോൾ പിതാവ് അത് സമ്മതിച്ചു. ഞാൻ എൻ്റെ ഇടവകക്കാരോട് ജയിൽ മിനിസ്ട്രി അഥവാ പ്രിസൺ മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അവർക്കൊന്നും കാര്യമായി അത് മനസ്സിലായില്ല. ഇടവകക്കാര് കൃത്യമായി ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും ഡൽഹിയിലേക്കാണ് പോകുന്നത്, ജയിൽ മിനിസ്ട്രിയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവരിൽ നല്ലൊരു ശതമാനം ആളുകളും ചിന്തിച്ചത് ഡൽഹിയിലേക്കാണ് പോകുന്നത്. അവിടെയുള്ള ആകെ ഒരു ജയിൽ തിഹാർ ജയിലാണ്. പാവ അച്ഛനെ അങ്ങോട്ടേക്കാണ് സഭ വിടുന്നത്. എന്തോ കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ പാവപ്പെട്ട ഇടവകക്കാര്
അങ്ങനെ ചിന്തിച്ചതിലും തെറ്റില്ല. സെൻഡ് ഓഫ് മീറ്റിംഗ് കഴിഞ്ഞു, എല്ലാവരോടും യാത്ര പറഞ്ഞു. ആൾത്താരയിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഇടവകയിൽ എന്നെ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ കളിക്കൂട്ടുകാരൻ, ഷട്ടിൽ കളിക്കാൻ എൻ്റെ കൂടെ എപ്പോഴും കളിക്കുന്ന 8ാം ക്ലാസ്സുകാരനായ പയ്യൻ എൻ്റെ അടുത്ത് വന്നു സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട്. അവൻ കരഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നു. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, പരോള് കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ വരണോട്ടോ എന്ന് പറഞ്ഞു. പാവം ഇന്നും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പോൾ പരോള് കിട്ടി വാണ് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെയും ഈ ഡൽഹിയിലെ ആളുകളും ചോദിക്കാറുണ്ട് പരോളിലാണോ എന്ന്. ഏതായാലും ലക്ഷക്കണക്കിന് ആളുകള് ജയിലുകളിൽ കഴിയുമ്പോൾ അവരുടെ ഇടയിലേക്കും കത്തോലിക്ക സഭയുടെ സേവനങ്ങൾ ചെല്ലുന്നു എന്നുള്ളതിന്റെ ഭാഗമാണ്. അവരുടെ ഇടയിൽ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളിൽ പോലും നമ്മുടെ വോളണ്ടിയേഴ്സ് ചെന്ന് അവരെ സ്നേഹിക്കുന്നു, അവരെ സഹായിക്കുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പ്രിസൺ മിനിസ്ട്രി ഇന്ത്യ എന്ന ഓർഗനൈസേഷൻ. എവിടെ പോയാലും ആമുഖമായി ഞാനിത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കാറുള്ളത്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. തിരുനാൾ ആഘോഷങ്ങൾ എനിക്ക് ഏറെ ഇഷ്ടമാണ്. ഞാനായിരിക്കുന്ന ഇടവകകളിൽ തിരുനാൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാക്കണമെന്നുള്ളത് എനിക്കും സന്തോഷദായകമായ ഒരു കാര്യമാണ്. നെടുമ്പാശ്ശേരി അടുത്ത് എയർപോർട്ടിനടുത്തുള്ള ദേവാലയത്തിൽ വികാരി ആയിരിക്കുമ്പോൾ അവിടുത്തെ തിരുനാൾ ആഘോഷങ്ങൾ ആയിരുന്ന വർഷങ്ങളിലൊക്കെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. ഇവിടെയും കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ഈ തിരുനാൾ ആഘോഷങ്ങൾ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളൊക്കെയും. ഞാൻ ചെയ്ത 1-2 കാര്യങ്ങൾ. എല്ലാ വർഷവും തിരുസ്വരൂപങ്ങൾ ആളുകൾ വഹിച്ചുകൊണ്ടാണ് പ്രദക്ഷിണത്തിന് പോകുന്നത്. ഞാൻ ചിന്തിച്ചു, തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധയുടെ തിരുസ്വരൂപം ആ വർഷം ഒരു പ്രത്യേകത തോന്നി ഒരാനപ്പുറത്ത് കൊണ്ടുപോകാം. അങ്ങനെ ഒരാനയെ ആദ്യ വർഷം കിട്ടി ആനപ്പുറത്ത് തിരുസ്വരൂപം കൊണ്ടുപോയി. ആളുകൾക്ക് ഇഷ്ടമായി, സന്തോഷമായി. പിറ്റേ വർഷം തിരുനാൾ വന്നു. 3 രൂപങ്ങളാണ് പ്രദക്ഷിണത്തിന് ഇറക്കുന്നത്. എന്തുകൊണ്ട് 3 ആനപ്പുറത്ത് തിരുസ്വരൂപങ്ങൾ കൊണ്ടുപോയി കൂടാ? അങ്ങനെ 3 ആനകളെ ആ പ്രദക്ഷിണത്തിന് 2 ദിവസത്തെയും പ്രദക്ഷിണത്തിന് കൊണ്ടുവന്നു. അങ്ങനെ 3 ആനകളുടെ പുറത്ത് 3 തിരുസ്വരൂപങ്ങൾ വഹിച്ച് പ്രദക്ഷിണം നടത്തി. മാധ്യമങ്ങളിൽ പിറ്റേ ദിവസം വാർത്ത വന്നു, കത്തോലിക്ക ദേവാലയങ്ങളിൽ ആനകൾ അങ്ങനെ വരാറില്ല. അങ്ങനെ വാർത്തകൾ വന്നതിന്റെ വെളിച്ചത്തിൽ അതിരൂപതയിൽ നിന്ന് പിതാവ് എന്നെ സ്നേഹപൂർവ്വം വിളിച്ചു. പുതുവാച്ച, പെരുന്നാള് ഗംഭീരമായിരുന്നു. ഞാൻ പറഞ്ഞു, കൊള്ളാം, നന്നായിരുന്നു. ആനപ്പുറത്ത് രൂപങ്ങളൊക്കെ എഴുന്നള്ളിച്ചു. ഒരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പിതാവ് പറഞ്ഞു, കുഴപ്പമില്ല, നല്ലതാണ്, വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ആന ഒന്ന് ഇടഞ്ഞിരുന്നുവെങ്കിൽ വ്യത്യാസം വളരെ ഉണ്ടായേനെ. ഏതായാലും മേലാൻ ഇത് ആവർത്തിക്കരുത്. അങ്ങനെ പിതാവ് എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു. പിറ്റേ വർഷം പെരുന്നാളായി. ആനയെ കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ നോക്കിയപ്പോ കൊച്ചുമക്കളൊക്കെ വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പൂക്കൾ വിതറുന്ന ഒരു പതിവ് പ്രദക്ഷിണത്തിനുണ്ട്. ആ വർഷം കുട്ടികളോട് പറഞ്ഞ, മക്കളെ, ഇത്തവണ നിങ്ങൾ മോടി പിടിച്ച നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അത് കൊണ്ട് തന്നെ വന്ന് പ്രദക്ഷിണത്തിൽ പങ്കാളികളായിക്കൊള്ളൂ. പൂക്കൾ വിതരണ്ട. പകരം പൂക്കൾ വിതരാൻ വേറൊരു അറേഞ്ച്മെന്റ്സ് ഞാൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ തിരുനാളിന്റെ പ്രദക്ഷിണ ദിവസം ആകാശത്ത് ഹെലികോപ്റ്റർ പ്രദക്ഷിണം തീരുന്നതുവരെ പൂക്കൾ വർഷിച്ചുകൊണ്ടിരുന്നു. അതും ചരിത്രമായി. ആ പ്രദേശത്ത് എങ്ങുമില്ലാത്ത ഒരു കാര്യം പ്രത്യേകം മാധ്യമങ്ങള് എടുത്തു പറഞ്ഞു. ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടിയോടെ തിരുനാൾ പ്രദക്ഷിണം. പിതാവ് സന്തോഷത്തോടെ എന്നെ വിളിച്ചു. കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യം ചെയ്തത് ഒത്തിരി നല്ല കാര്യമായി. ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി പിതാവ് പറഞ്ഞ് ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഏതായാലും വളരെ മനോഹരമായ പുതുവാച്ച. ഒരു കാര്യം ശ്രദ്ധിക്കണം,
ഇനിമേലിൽ ഇത് ആവർത്തിക്കരുത്. ഏതായാലും തിരുനാൾ ആഘോഷങ്ങൾ അങ്ങനെ വ്യത്യസ്തമാക്കുക എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യവും തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഓരോ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴൊക്കെയും ആ തിരുനാൾ നമുക്കൊക്കെ വ്യത്യാസമായ അനുഭവമായിരിക്കണമെന്നുള്ളതാണ്. വ്യത്യാസമായ അനുഭവമായിരിക്കണമെന്നുള്ളത് ഇന്ന് നമ്മൾ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. ആത്മീയമായി വിശുദ്ധിയുടെ മകുടം ചൂടിയ രണ്ടുപേരെ നമ്മൾ ഇന്ന് ഓർക്കുകയാണ്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ നമുക്കൊക്കെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. മറിയം ത്രേസ്യ തന്നെ സ്ഥാപിച്ച ആ സഭയിലെ അംഗങ്ങള്. അപ്പോ അതുകൊണ്ടും ഈ ഇടവകയും ആ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാക്കി സ്ഥാപിതമാണ്. അതുകൊണ്ട് ഈ പുണ്യാത്മാവിനെ കുറിച്ച് നമുക്കറിയാം. ഈ പുണ്യാത്മാവിന്റെ അമ്മ വീട് എന്റെ വീടിനടുത്തു കൂടിയാണ്. അതുകൊണ്ട് കുറെ കൂടി എനിക്ക് ഒത്തിരി ആത്മപരമായൊരു ബന്ധം വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായോടുണ്ട്. ഒറ്റ ലക്ഷ്യം മാത്രമേ മറിയം ത്രേസ്യായ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ: സഭയിൽ നല്ല കുടുംബങ്ങൾ ഉണ്ടാകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി പ്രാർത്ഥിച്ച്, അതിനുവേണ്ടി ധ്യാനിച്ച്, അതിനുവേണ്ടി മാത്രം ജീവിച്ചു എന്ന് പറയാം വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായെ കുറിച്ച്. അതുകൊണ്ടാണ് കുടുംബ പ്രേക്ഷിത മധ്യസ്ഥയായി മറിയം ത്രേസ്യ ഇന്നും എന്നും വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ തന്നെ മറിയം ത്രേസ്യ ആരംഭിക്കാൻ ഇടയായത്. ഒറ്റ ലക്ഷ്യം മാത്രം: എല്ലാ കുടുംബങ്ങളും ഹോളി ഫാമിലി പോലെ തന്നെ ആയിരിക്കണമെന്നുള്ളത്. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമുക്കൊക്കെ ഏറെ സുപരിചിതമാണ്, ഏറെ ഇഷ്ടമുള്ള ഒരു ഭാഗം കൂടിയാണ്. ഹോളി ഫാമിലിയെ കുറിച്ച് തന്നെയാണ് പറയുക. അവരൊരു തിരുനാൾ ആഘോഷങ്ങളിൽ പോയി വന്ന കാര്യം തന്നെയാണ് അവിടെ വായിച്ചു കേട്ടത്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ നമ്മുടെയൊക്കെ കുടുംബങ്ങള് ഇതുപോലെ തിരുക്കുടുംബത്തിന് സദൃശമായി തീരണമെന്ന് ആഗ്രഹിച്ച്, പ്രാർത്ഥിച്ച്, ധ്യാനിച്ച്, ജീവിച്ച് വിശുദ്ധി എന്തെന്ന് കാണിച്ചു തന്നു എങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളും ഇതിന് സമാനമായി തീരണമെന്നുള്ളത് തന്നെയാണ് ഈ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെ ആഗ്രഹവും സ്വപ്നവും. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നമുക്കായി പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്. നമ്മളൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. കുടുംബങ്ങളിലേക്ക് പോകാൻ സദൃശമാകുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ലൂക്കാസ് സുവിശേഷകന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം, ലൂക്കാ ചാപ്റ്റർ 2 വേഴ്സ് 42. മനോഹരമായ ഒരു വാചകം അതിലുണ്ട്. അവർ പതിവനുസരിച്ച് കേട്ടത്. അവർ പതിവനുസരിച്ച് തിരുനാളിന് പോയി എന്ന് പറഞ്ഞാൽ മുടക്കം കൂടാതെ ഇന്ന് വരെ മുടക്കിയിട്ടില്ലാത്ത ഒരാത്മീയ കർമ്മമായിരുന്നു അതെന്നുള്ളതാണ്. ഈശോയും യൗസേപ്പ് പിതാവും മാതാവും ദേവാലയത്തിന്റെ ശുശ്രൂഷകള് മുടക്കിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്ന മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണത്. ലൂക്ക ചാപ്റ്റർ 2 വേഴ്സ് 42. അവർ പതിവനുസരിച്ച് തിരുനാളിന് പോയി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും തെറ്റിപ്പോകുന്നത് ഇത്തരത്തിലുള്ള പതിവുകളാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറിയം ത്രേസ്യ പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിലും കുടുംബങ്ങളിലും ഉണ്ടായിരുന്ന പതിവുകള് തെറ്റിപ്പോകാതെ സൂക്ഷിക്കാനായി തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വചനം അതിന് സാക്ഷ്യമാണ്. ലൂക്കാ സുവിശേഷകൻ 4-ാം അധ്യായം 16-ാം വാക്യം, ലൂക്ക 4:16. ലൂക്ക ചാപ്റ്റർ 4 വേഴ്സ് 16. അവൻ പതിവനുസരിച്ച് സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ പോയി. പതിവനുസരിച്ച് തിരുനാളിന് പോയി എന്ന് പറയുമ്പോൾ ഈശോയുടെ പ്രായം നമുക്കറിയാം. അവന് 12 വയസ്സായിരുന്നു എന്നുള്ളതാണ്. 12 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് 12 എന്നെണ്ണും. അത് കഴിഞ്ഞാൽ 13, 13 എന്നെണ്ണും. 12 എന്ന് പറഞ്ഞാൽ ബാല്യകാലത്തിന്റെ അവസാനം. ബാല്യകാലം അവസാനിക്കുന്നത് വരെ എന്നുള്ളതിനപ്പുറത്തും ഈ കുഞ്ഞുങ്ങളെ ദേവാലയത്തിന് കാഴ്ചവെക്കേണ്ടവരും ദേവാലയത്തിനുള്ളവരുമാണ് എന്ന് പഠിപ്പിക്കേണ്ടത്. ടീനേജിലേക്ക് കടന്നാൽ, കൗമാരപ്രായത്തിലേക്ക് കടന്നാൽ
ആത്മീയതയെ ചിന്തയ്ക്ക് വ്യത്യാസം വരാൻ പാടില്ല എന്ന് പഠിപ്പിക്കുക കൂടിയാണ് സുവിശേഷം ചെയ്യുന്നത്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നത് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവൻ പതിവനുസരിച്ച് സിനഗോഗിൽ പോയി എന്ന് പറയുമ്പോ നമ്മുടെ തമ്പുരാന്റെ വയസ്സ് 30 പബ്ലിക് ലൈഫ്, പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ആ സിനഗോഗിൽ വെച്ചുകൊണ്ടാണ്. പതിവുകള് തെറ്റിക്കാത്ത ഒരു ഈശോ. മറിയം ത്രേസ്യ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. പാരമ്പര്യമായി നമുക്കുണ്ടായിരുന്ന ചില പതിവുകളുണ്ട്, ചില ആത്മീയതയുടെ പതിവുകള്, നന്മയുടെ പതിവുകള്, പ്രാർത്ഥനയുടെ പതിവുകള്. ഈ പതിവുകള് തെറ്റാതെ സൂക്ഷിച്ചാൽ നല്ല കുടുംബങ്ങൾ, ഹോളി ഫാമിലി പോലെ തന്നെ തിരുക്കുടുംബത്തിന് സദൃശമായ നല്ല കുടുംബങ്ങൾ ഉണ്ടാകും. ലൂക്കാസ് സുവിശേഷകന്റെ പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. അവൻ പതിവനുസരിച്ച് ഗത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയി എന്നാണ്. വീണ്ടും പതിവ് തന്നെയാണ് വരിക. അവൻ പതിവനുസരിച്ച് ഗത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പുരാന്റെ വയസ്സ് 33. 1-ാം വയസ്സിൽ തുടങ്ങിയ പതിവ് ജീവിതത്തിന്റെ അവസാനം വരെ 33-ാമത്തെ വയസ്സ് വരെ കാത്തു സൂക്ഷിച്ച തമ്പുരാൻ. നമ്മുടെയൊക്കെ മക്കൾക്ക് ഈ പതിവ് സൂക്ഷിക്കാൻ പറ്റുമോ? ആ പതിവ് സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? അതാണ് മറിയം ത്രേസ്യ ആഗ്രഹിക്കുന്നത്. ജനനം മുതൽ മരണം വരെ സഭയുടെ, സമൂഹത്തിന്റെ, ക്രിസ്തീയതയുടെ, കർത്താവിന്റെ പതിവുകള് തെറ്റാതെ നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന കൊച്ചുമക്കളെ വളർത്താനും പരിപാലിക്കാനും കഴിയണമെന്നുള്ളതാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മ നമ്മുടെ മുമ്പിൽ വെക്കുന്ന മനോഹരമായ ഒരു ചിത്രം. ആ ചിത്രത്തിനനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് വാർത്തെടുക്കാം. അതനുസരിച്ച് നമ്മുടെ ഈ വരും തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. കുഞ്ഞുനാളിലെ പതിവുകള് ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ട്രഡീഷൻ, ഒരു സ്പിരിച്വൽ ട്രഡീഷൻ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. അങ്ങനെ സമാനമായി വാർത്തെടുത്ത ഒരു വിശുദ്ധന്റെ കൂടി തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് ധീര രക്തസാക്ഷിയാണ്, വിശ്വാസത്തിന് വേണ്ടി മരിച്ചവനാണ്, ക്രിസ്തുവിന് വേണ്ടി മരിച്ചവനാണ്, സഭയ്ക്ക് വേണ്ടി മരിച്ചവനാണ്. AD 365 കാലഘട്ടങ്ങളിൽ റോമ ഭരിച്ചിരുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ രക്ഷാ സൈന്യത്തിലെ അംഗമായി തീർന്ന് ആ ചക്രവർത്തിയുടെ സൗഹൃദം വരെ സ്ഥാപിക്കാൻ കഴിഞ്ഞ വിശുദ്ധ സെബാസ്റ്റ്യൻ. ഒറ്റ കാര്യം മാത്രമേ ചക്രവർത്തി സെബാസ്റ്റ്യനോട് ആവശ്യപ്പെട്ടുള്ളൂ: നീ കർത്താവിന്റെ ചിത്രം വെച്ച്, ക്രിസ്തുവിന്റെ ചിത്രം വെച്ച് ആരാധിക്കാതെ എന്റെ ചിത്രം വെച്ച് നീ ആരാധിക്കണം. പക്ഷേ സെബാസ്റ്റ്യൻ പറഞ്ഞു, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച കാര്യമുണ്ട്, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച കാര്യമുണ്ട്. അത് കർത്താവല്ലാതെ മറ്റൊരു ശക്തി നിനക്കുണ്ടാകരുത്, കർത്താവല്ലാതെ മറ്റൊരു രക്ഷകൻ നിനക്കുണ്ടാകരുത്. ചക്രവർത്തി വീണ്ടും വാഗ്ദാനങ്ങൾ കൊടുത്തു, നിന്നെ ഞാൻ എന്റെ പ്രധാനമന്ത്രിയാക്കാം. എന്നാൽ സെബാസ്റ്റ്യൻ പറഞ്ഞു, എത്രയൊക്കെ വാഗ്ദാനങ്ങൾ കിട്ടിയാലും, എത്രയൊക്കെ സ്ഥാനങ്ങൾ കിട്ടിയാലും എന്റെ യേശുവിനെ വിട്ട്, എന്റെ കർത്താവിനെ വിട്ട്, എന്റെ സഭ വിട്ട്, എന്റെ വിശ്വാസം വിട്ട് കളിക്കില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് കൊണ്ടാണ് അമ്പേറ്റ് പിഴഞ്ഞു മരിക്കേണ്ടി വന്നത് വിശുദ്ധ സെബസ്ത്യാനോസിന്. ഇത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ചരിത്രം മാത്രം. സഭയ്ക്ക് വേണ്ടി ജീവിച്ചവൻ, ക്രിസ്തുവിന് വേണ്ടി മരിച്ചവൻ, വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവൻ. ഇനി നമുക്കതിന് കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നേക്കാം. കഴിഞ്ഞ ദിവസം എന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി വൈകുന്നേരം റിലീസ് ചെയ്ത് തിരിച്ചു വന്നപ്പോ എന്നോട് പലരും ചോദിച്ചു, എന്തു തോന്നി? ഞാൻ പറഞ്ഞു, കർത്താവിന് വേണ്ടി പോലീസല്ല, പട്ടാളമല്ല പിടിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഒരു കൂസലുമില്ല. പോലീസ് സ്റ്റേഷനിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇരുന്നപ്പോ എന്തു തോന്നി എന്ന് വെച്ചാൽ, അവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചതേ ഉള്ളൂ.
കാരണം എന്റെ ശരീരത്തിൽ ഓടുന്നതും നമ്മുടെ ശരീരത്തിൽ ഓടുന്നതും കർത്താവിന്റെ രക്തമാണ്, സഭയുടെ രക്തമാണ്, വിശ്വാസത്തിന്റെ രക്തമാണ്. അതിനെ തകർക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഉറപ്പോടെ പറയാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ പൂർവികര് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ജീവത്യാഗം ചെയ്തവരാണ്. സെബാസ്റ്റ്യനെ പോലെ രക്തസാക്ഷിയായി മാർട്ടിയറായി മരിച്ചവരാണ്. അവരെയൊക്കെ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. ഊരിയ വാളിന് നേരെ തന്റെ ഇടത്തോടെ അവരൊക്കെ കഴുത്ത് നാട്ടി നിന്നിട്ടുണ്ട്. തിളച്ച എണ്ണയിൽ കിടന്നുകൊണ്ടാണ് അവർ ദൈവസ്തുതിയുടെ സങ്കീർത്തനങ്ങൾ പാടിയത്. മ്ലേച്ഛ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ബലിക്കല്ലിൽ തങ്ങളുടെ രക്തവും മാംസവും ചിതറപ്പെട്ടിട്ടുണ്ട്. ചുട്ട് പഴുത്ത ഇരുമ്പ് പലകയിലിട്ട് അവരെയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേപ്പട്ടികളെ പോലെ ഓടിച്ചിട്ട് പിടിച്ച് ശൂലത്തിൽ കുത്തി നിർത്തി എണ്ണയൊഴിച്ച് കത്തിച്ച് വഴി നീളെ തെരുവ് വിളക്കായി നാട്ടിയിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ പൂർവികര് രക്തസാക്ഷിത്വം വരിച്ച സഭയുടെ അംഗങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ എന്ന്. ഇതിനെ തകർക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഉറപ്പോടെ പറയാൻ കഴിയുന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. സനാതന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മതത്തിന്റെ കണ്ഠനാളത്തിന് കത്തിവെക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർക്കെതിരെ കണ്ണുമടച്ച് അടിയറവ് പറയുന്നതല്ല ക്രിസ്തീയത. മറിച്ച് ഈ സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ജീവൻ പോലും പോരാടാൻ തയ്യാറാണെന്ന് ഉറപ്പോടെ പറയുന്നതാണ് ക്രിസ്തീയത. അതാണ് വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. സഭ നമുക്ക് വലുതാണ്, വിശ്വാസം നമുക്ക് വലുതാണ്, ക്രിസ്തു നമുക്ക് വലുതാണ്. അവിടെ ഏത് ശക്തി വന്നാലും ഇതിനെ തകർക്കാൻ കഴിയില്ലെന്ന് പറയണം. കാരണം നമ്മിലൂടെ ഒഴുകുന്ന രക്തം ക്രിസ്തീയതയുടെ രക്തമാണ്. രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരുടെ രക്തമാണ്. ഇത് സഭയുടെ രക്തമാണ്. ഇത് വിശ്വാസത്തിന്റെ രക്തമാണ്. ഈ ലോകത്ത് ഒരു ശക്തിക്കും ഇതിനെ തകർക്കാൻ കഴിയില്ലെന്ന് ഉറപ്പോടെ ഉദ്ഘോഷത്തോടെ പറയാൻ കഴിയുന്ന ക്രിസ്തീയത വാർത്തെടുക്കണമെന്നാണ് വിശുദ്ധ സെബസ്ത്യാനോസ് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മോട് പറയുന്നത്. നമ്മെ തകർക്കാൻ ചില ശക്തികളെങ്കിലും ഗൂഢമായി ഒരുപക്ഷെ ശ്രമിക്കുന്നുണ്ടാകാം. അവിടെ വെല്ലുവിളിയോടെ നിൽക്കാൻ കഴിയണം, ചങ്കൂറ്റത്തോടെ നിൽക്കാൻ കഴിയണം. കാരണം നമുക്കുള്ളത് ആഴമായ ക്രിസ്തീയ ആത്മീയതയാണ്. ഈ ആഴമായ ക്രിസ്തീയ ആത്മീയതയിലാണ് നമ്മളൊക്കെ വളർന്നതെങ്കിൽ, ഈ മുമ്പിലിരിക്കുന്ന കൊച്ചുമക്കളൊക്കെ വളരുന്നതെങ്കിൽ, നമ്മൾ വളർത്തുന്നതെങ്കിൽ ഇവരും പറയും, ഞങ്ങളിലൂടെ ഒഴുകുന്നത് ക്രിസ്തീയത രക്തമാണ്, ഞങ്ങളിലൂടെ ഒഴുകുന്നത് വിശ്വാസത്തിന്റെ രക്തമാണ്, ഞങ്ങളിലൂടെ ഒഴുകുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ്. അതിനെ കീഴ്പ്പെടുത്താൻ ഒരാൾക്കും ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ധീരതയോടെ പറയാൻ തക്ക, വെല്ലുവിളിയോടെ പറയാൻ തക്ക ക്രിസ്തീയ ആത്മീയത വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് കൂടി ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കാൻ മറിയം ത്രേസ്യ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഉറച്ച വിശ്വാസത്തോടെയും ആത്മബോധത്തോടെയും യഥാർത്ഥ വിശ്വാസത്തോടെയും സഭയിലെ അംഗമാണെന്നും ക്രിസ്തുവാണ് വലുതെന്നും എവിടെയും എപ്പോഴും ഉദ്ഘോഷിക്കാൻ കഴിയുന്ന ധീരത വാർത്തെടുക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസും പഠിപ്പിക്കുന്ന ഈ തിരുനാളിൽ ഈ വിശുദ്ധര് നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ വഴികളിൽ ശക്തിയായി എന്നും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടി ഈ വിശുദ്ധരുടെ ആത്മീയ അനുഗ്രഹവും ചൈതന്യവും നമ്മിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം ഈ വിശുദ്ധരിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നിമിഷം ഈശോയുടെ പരിശുദ്ധമായ തിരുശരീരവും പൂർണ്ണമായിട്ട് നമ്മുടെ കാഴ്ചയായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിനെ സമർപ്പിക്കാം. എൻ്റെ എല്ലാവിധ ദുഃഖങ്ങളും വേദനകളും സഹനങ്ങളും രോഗാവസ്ഥകളും പൂർണ്ണ ഹൃദയത്തോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്കെല്ലാവർക്കും കാഴ്ചയായി സമർപ്പിക്കാം. കർത്താവ്